എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട സിപിഐഎം പ്രാഥമിക പട്ടിക. കുന്നംകുളം, മണലൂർ മണ്ഡലങ്ങളിലേക്ക് ജില്ലാ കമ്മിറ്റി സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടത്. കുന്നംകുളത്തേക്ക് എം സ്വരാജിനെ പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശ്രീജിത്ത്, 2 സീറ്റുകൾ ഒഴിച്ചിടുന്നു. അതിൽ എം സ്വരാജിന്റെ പേര് തൃശൂർ ജില്ലയിലേക്ക് കാര്യമായി പരിഗണിക്കുന്നു എന്നത് വലിയ രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. എന്താണ് സിപിഎം ഇക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്? രാഷ്ട്രീയ കൗതുകം മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ സസ്പെൻസായി മാറുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. അതായത് എം സ്വരാജിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഷുവർ മണ്ഡലം കൊടുക്കണം, ഉറപ്പുള്ള ഒരു മണ്ഡലം കൊടുക്കണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ വികാരം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. അതുകൂടാതെ പാർട്ടി സംസ്ഥാന തൃശൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ് ഇപ്പോൾ സിപിഎം പ്രാഥമിക പട്ടിക വരുമ്പോൾ ഒഴിച്ചിട്ടുള്ളത്. കുന്നംകുളം, മണലൂർ മണ്ഡലങ്ങളിലേക്കാണ്. ജില്ലാ കമ്മിറ്റി സ്ഥാനാർത്ഥികളെ ഇവിടങ്ങളിലേക്ക് നിർദ്ദേശിച്ചിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മണ്ഡലങ്ങൾ ഒഴിച്ചിടുന്നത്. ഏറ്റവും പ്രധാനം, കുന്നംകുളത്തേക്ക് എം സ്വരാജിനെ പരിഗണിക്കുന്നു എന്നത് തന്നെയാണ്. അല്പം മുമ്പ് ശ്രീജിത്ത് ശ്രീകുമാരൻ പറഞ്ഞതുപോലെ ഉറപ്പുള്ള ഒരു സീറ്റ് എം സ്വരാജിന് നൽകണം എന്നത് വലിയ വികാരമായി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും മുൻപ് തൃപ്പൂണിത്തുറയിലും നിലമ്പൂരിലെയും ഒക്കെ തോൽവിക്ക് ശേഷം എം സ്വരാജിനെ പോലൊരാൾക്ക് ഏറ്റവും ഉറപ്പുള്ള സീറ്റ് നൽകണമെന്നും ആ നിലയിൽ നിയമസഭയിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള വികാരം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കുന്നംകുളത്തേക്ക് എം സ്വരാജിനെ പരിഗണിക്കുന്നത് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ആ പേര് ഇപ്പോൾ അന്തിമമായി പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരുപക്ഷേ അവസാന പട്ടിക വരുമ്പോൾ ഒരു സസ്പെൻസ് എന്ന നിലയിലേക്ക് പ്രഖ്യാപിക്കാനായി കാത്തിരിക്കുന്നതാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. ശ്രീജിത്ത് തുടരുകയാണ്. ശ്രീജിത്ത് പറഞ്ഞോളൂ. അതൊരു പൊളിറ്റിക്കൽ സസ്പെൻസ് എന്ന തരത്തിലേക്ക് മാറുമെന്നൊരു സൂചനയാണ് പുറത്തു വരുന്നത്. 2 പേരുകളുണ്ട്. അത് എം സ്വരാജിന്റെ പേരുണ്ട്. ഇത് കൂടാതെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പേരും ആ മണ്ഡലത്തിലേക്ക് സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു വലിയ റിസ്ക് ആണ് എടുത്തത്. അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. എം സ്വരാജിന് നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലായിരുന്നു തുടക്കം മുതലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് എം സ്വരാജിന് ഒരു ഷുവർ മണ്ഡലം നൽകണമെന്ന് പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന്, അതുപോലെ യുവാക്കൾക്ക്, നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് കുന്നംകുളം മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. സിപിഎമ്മിന്റെ സംഘടനാശേഷി ഏറെ ശക്തമായ ഒരു പ്രദേശമാണ് ഈ പറയുന്ന കുന്നംകുളം മണ്ഡലം. അതിൽ പോർക്കുളമടക്കം ഉള്ള പഞ്ചായത്തുകൾ ആ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വാഭാവികമാണ് ആ മണ്ഡലത്തിൽ എം സ്വരാജ് വന്നാൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറാം. അവിടെ നിലവിൽ ഇടതുപക്ഷത്തിന്റെ MLA തന്നെയാണുള്ളത്. സ്വാഭാവികമായി എന്തായാലും AC മൊയ്തീൻ മാറുന്ന സമയത്ത് സർവശക്തനായ നേതാവിനെ അവിടെ ഇറക്കുക എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എം സ്വരാജിന്റെ പേര് അവിടേക്ക് പരിഗണിക്കുന്നത്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ബിന്ദു ടീച്ചർ അവിടെ ഇരിഞ്ഞാലക്കുടയിൽ മത്സരിക്കുന്നില്ല എങ്കിൽ അവരുടെ ഭർത്താവ് കൂടിയായ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഒരുപക്ഷെ കുന്നംകുളത്തേക്ക് വന്നേക്കാം എന്നുള്ളൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇരിഞ്ഞാലക്കുടയിലും ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. അവിടെ മുൻ VS പക്ഷ നേതാവും ഇപ്പോൾ ശരി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.